ഹലോ, ഒരുപാട് ഞാൻ ആഗ്രഹിച്ച ഒരു കമൻ്റാണ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ എല്ലാ ക്രാഫ്റ്റ് ചാനലിലും ഏറ്റവും കൂടുതൽ എല്ലാവരും മുഖ്യ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ബ്ലൈൻഡ് ബാഗ്. അപ്പം ഞാനും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ ഇതുവരെ അത് ചെയ്യാത്തത്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നും രണ്ടും വട്ടം ആ സെയിം ആൾ തന്നെ വീണ്ടും ഉണ്ടാക്കുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും ചാനൽസ് ഉണ്ടായിട്ടും അവർ എൻ്റെ അടുത്ത് തന്നെയല്ലേ ചോദിച്ചതെന്നുള്ളൊരു ഒരു 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 കുഞ്ഞ് സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് രണ്ടായിട്ട് മടക്കുക, എന്നിട്ട് നമ്മളിപ്പോൾ ഏത് തീമിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പടം അങ്ങോട്ട് വരച്ചെടുക്കുക. എനിക്ക് വരയ്ക്കാൻ ഒട്ടും അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ കുളമാക്കും എന്നുള്ളത് കൊണ്ടും ഞാൻ മറ്റേ പേപ്പർ കോപ്പി ആപ്പിൽ നിന്നാണ് വരച്ചിങ്ങടെ എടുത്തത്. അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട, കാരണം എല്ലാവരും അതാണ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ കൊടുത്ത് അതിൻ്റെ ബാക്കിലായിട്ട് ലെജൻഡറി അങ്ങനെയൊക്കെ എഴുതി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതും കൂടെ എഴുതിയിട്ട് ഒരു ബാർ കോഡൊക്കെ വരച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒറിജിനാലിറ്റി തോന്നും. അപ്പം നമ്മൾ പേരൊക്കെ എഴുതി എടുത്തിട്ട് ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതണം. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ ഒരു ലുക്കും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇത് ബ്ലൈൻഡ് ബാഗാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹെഡിങ് കൊടുത്തത്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. എന്നിട്ട് അത് ഒന്ന് ഒരു സൈഡ് വിട്ടിട്ട് ബാക്കി രണ്ട് ഭാഗത്തും നല്ല സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുക. പശ വെച്ച് ഒട്ടിക്കരുത്, കാരണം അത് ഭയങ്കര ബോറാവും. അതുകൊണ്ട് സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു 2 പീസ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് വരച്ചിട്ട് അത് സ്ക്വിഷി ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതേപോലെ സ്ക്വിഷി ഉണ്ടാക്കുന്നത് പോലെ ഒരു സെലോ ടാപ്പ് ഇതിൻ്റെ പുറത്ത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം, നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതും ഒരു സൈഡ് വിട്ട് ബാക്കി എല്ലാ സൈഡിലും സെലോ ടാപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. എൻ്റെ ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം എനിക്കൊരു തൃപ്തി ഇല്ലായിരുന്നു. എന്നാലും ഇത് ഇനിയും ഉണ്ടാക്കിയില്ലെങ്കിൽ ആ കുട്ടി പിണങ്ങും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ കണ്ടു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞതുപോലെ സ്ക്വിഷി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് പഞ്ഞി എടുത്ത് തിരികെ വയ്ക്കുക. ഞാൻ എൻ്റെ ടെഡിയുടെ പഞ്ഞി തന്നെയാണ് ഇതിൽ കുത്തി നിറയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് അതങ്ങ് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒട്ടിച്ച സ്ക്വിഷി ആണല്ലോ, അത് വേറൊരു പേപ്പറിൽ ഇട്ടാലല്ലേ അത് കുറച്ച് സർപ്രൈസ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതേപോലെ കുറച്ചുകൂടെ വലിയൊരു പേപ്പർ എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്ക്വിഷി എടുത്ത് അതിനകത്ത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് ഇത് നമ്മൾ എന്താണെന്ന് ഗസ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ബ്ലൈൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു എന്താ പറയുക, ഒരു ടൈം പാസ്, ഒരു ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രസമായിരിക്കും. അൺബോക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കുറേ നാൾ കഴിഞ്ഞ് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ അത് കുറച്ചുകൂടെ രസമായിരിക്കും. എനിക്കങ്ങനെയായിരുന്നു. അപ്പം ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ സ്ക്വിഷി ഒട്ടിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ആ പേപ്പർ ഉണ്ടല്ലോ, അതും എടുത്ത് നേരത്തെ ഉണ്ടാക്കിയതിനകത്തൊന്ന് കുത്തി തിരികെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അതൊരു ഭംഗി കാണത്തില്ല. ഇങ്ങനെ പിടിച്ചിങ്ങനെ ഞെരിക്കുമ്പോഴത്തേക്കും ഒരു രസം കാണത്തില്ല. അപ്പം നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.